തൊടേണമേ ആരാധനയെ യേശുവേ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ശരീരവും ആത്മാവും ചേർന്നുള്ള ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെയും സ്വർഗത്തിലെയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളും തിരുസഭയുടെ പ്രബോധനങ്ങളും ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ അതിൻ്റെ ഒരു സാരാംശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ശരീരവും ആത്മാവും ചേർന്ന് ഉള്ളൊരു ജീവിതമാണ്. ഈ ശരീരം അവിടെ സ്വർഗത്തിൽ കയറാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ശരീരം വെറും പുഴുവും കൃമിയും കീടമാണ്. ഇത് നാശം, ഇത് മോശം, ഇത് നാശം, ഇതൊരു ചീത്ത, അങ്ങനെ ചിന്തിക്കരുത്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് ഈ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തെ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. ആത്മാവിനെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ശരീരത്തെയും വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. 1 തെസ്സലോനി 4-ാം അധ്യായം 4-ാം തിരുലിഖിതം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ഈ ശരീരത്തിൽ നമ്മൾ മദ്യപിക്കാൻ പാടില്ല. ഈ ശരീരം കൊണ്ട് വ്യഭിചാരത്തിന് പോകരുത്. ഈ ശരീരം കൊണ്ട് സ്വർഗ്ഗഭോഗത്തിന് പോകരുത്. ഈ ശരീരത്തിൽ സ്വയംഭോഗം ചെയ്യരുത്. ഈ ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്തരുത്. ഈ ശരീരം കൈയും കാലും വെട്ടിമുറിച്ച് കളയരുത്. ഈ ശരീരം ആത്മഹത്യക്ക് വിട്ടുകൊടുക്കരുത്. ഈ ശരീരത്തിൽ പച്ച കുത്തരുത്. ഈ ശരീരം മൃഗഭോഗത്തിന് വിട്ടുകൊടുക്കരുത്. ഈ ശരീരത്തെ നിങ്ങൾ അശുദ്ധമാകാനും അപമാനിതമാകാനും അനിയന്ത്രിതമായ കാമവികാരങ്ങൾക്ക് പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാനും ഒരിക്കലും ജീവിതത്തിൽ ഇടവരരുത് എന്ന് പരിശുദ്ധാത്മാവ് അഭ്യർത്ഥിക്കുകയാണ്. എന്താ കാരണം? ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പോകേണ്ട ശരീരമാണ്. ഇവിടുത്തെ കാള മരിച്ചാൽ, പോത്ത് മരിച്ചാൽ, പശു മരിച്ചാൽ, എരുമ ചത്താൽ അത് നേരെ മണ്ണിലേക്ക് പോകും. അതിനൊരു ഉയർപ്പ് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ നമ്മുടെ ശരീരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഉയർക്കപ്പെടേണ്ട ശരീരമാണ്. ഈ ആത്മാവ് എവിടെയാണോ അവിടേക്ക് ഈ ശരീരവും പോകണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എന്താ മുഖം വക്രിച്ചു പോയേ? ഹല്ലേലൂയ. എനിക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം എനിക്കും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ ചെറുപ്പകാലത്ത് മരിച്ചടക്കിന് പോകുമ്പോൾ ആളുകളെ ഇങ്ങനെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അതിനകത്ത് ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതിൽ ഇത് പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള ബൈബിളൊക്കെ വായിക്കും. അപ്പം ഞാൻ പറയും തോന്നിയാസം ഉറക്കെ പറയില്ല, പതുക്കെ ഹൃദയത്തിൽ. കാരണം എന്താ, ഇതങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമോ? നിങ്ങൾ പറ. ഇത് മരിച്ച് 10 ദിവസത്തിനുള്ളിൽ ചീഞ്ഞളിഞ്ഞ് അത് ചില ശരീരങ്ങളൊക്കെ മരങ്ങൾ വലിച്ചെടുക്കും, ചിലതിനെ പുല്ല് വലിച്ചെടുക്കും, ചിലത് പക്ഷി കൊത്തി തിന്നും, ചിലത് മത്സ്യം സമുദ്രത്തിൽ പോകണമൊക്കെ മത്സ്യം തിന്നു തീർക്കും, പിന്നെ ചിലത് മൃഗങ്ങൾ കടിച്ചു തിന്നും. സിംഹമൊക്കെ പിടിക്കണമെങ്കിൽ സിംഹം കടിച്ചു തിന്നുകൊണ്ട് പോകും. അങ്ങനെ പല സ്ഥലത്തായിട്ട് പോകും. എല്ലൊരു സ്ഥലത്ത്, തലയൊരു സ്ഥലത്ത്, കാലൊരു സ്ഥലത്ത്. ഒരു 1000 വർഷം മരിച്ച ആളുടെ കാലും തലയൊക്കെ എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ? അത് പൊടിഞ്ഞ് കുറേ എല്ലുപൊടിയായി പോയിട്ടുണ്ട്. 10,000 വർഷം കൊണ്ട് നമ്മുടെ ഈ ശരീരമൊക്കെ എങ്ങനെയായി തീരുന്ന ആർക്കറിയാം. പല വിധത്തിലൂടെ കടന്ന് പോവുകയാണ്. ശരിയല്ല അത്? അപ്പം അന്ന് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്ന ഇങ്ങനെയാണ്, ഈ ശരീരമൊക്കെ ഉയർക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുകയാവും. അല്ലാതെ അത് അക്ഷരാർത്ഥത്തിൽ നടക്കുമോ? ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് ശരി. എന്നാൽ ശരീരം സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകണില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ഒരു പുസ്തകം ഞാൻ പരിചയപ്പെട്ടു. ഈ പുസ്തകത്തിൻ്റെ പേരാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇതെല്ലാവരും ഒന്ന് വാങ്ങി വായിക്കണം, നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിൽ 990 ഖണ്ഡിക 990 ആ ഖണ്ഡികയിൽ പരിശുദ്ധ സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരും എന്നുകൂടെ അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അതായത് അന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നതാണ് എന്ത്, നമ്മുടെ ആത്മാവ് അമർത്യമാണ്, ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും, ശരീരം മണ്ണിലേക്ക് അത് ചീഞ്ഞളിഞ്ഞ് പോകും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിങ്ങൾ ചിലരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ചെറിയ ബുദ്ധിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിൻ്റെ അനന്തജ്ഞാനത്തിൽ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്, ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരുമെന്നുകൂടെ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ വട്ടായിലച്ചൻ മരിച്ചാൽ ഇപ്പോൾ വട്ടായിലച്ചൻ്റെ ആത്മാവ് നേരെ ദൈവസന്നിധിയിലേക്ക് പോകും, ജഡം ഭൂമിയിലേക്ക് പോകും. മനുഷ്യ നീ മണ്ണാണ്, മണ്ണിലേക്ക് മടങ്ങും, ധൂളി അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകുമെന്ന് ദാനിയേൽ പുസ്തകത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് ധൂളി അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകും. മനുഷ്യൻ മണ്ണാണ്, മനുഷ്യൻ മണ്ണിലേക്ക് പോകും. എന്നാൽ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വീണ്ടും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പ്രകാരമാണ്. കാരിസ്മ കാത്തലിക് ചർച്ചിലെ 997 ഖണ്ഡിക, മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിച്ചു പോകുന്നു, ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവൻ പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇത് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകാത്ത വിഷയമായിരുന്നു. എന്നാൽ പെട്ടെന്ന് മനസ്സിലായ ഒരു സംഭവം നിങ്ങളോട് പറയാം. അതായത് എസെക്കിയേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇതിന് സദൃശമായൊരു സംഭവം വെളിപ്പെടുത്തുന്നുണ്ട്. എസെക്കിയേൽ പുസ്തകത്തിൽ 37 അധ്യായം, ആ 37 അധ്യായത്തിൽ എസെക്കിയേൽ പ്രവാചകനെ ദൈവം ഒരു താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരുപാട് ആളുകൾ മരിച്ച്, ആയിരക്കണക്കിന് വർഷങ്ങളായി മരിച്ച്, അങ്ങനെ മരിച്ചവരുടെ അസ്ഥികളെല്ലാം കൂടെ കൂടിക്കടന്നിരുന്ന അസ്ഥികളുടെ വരണ്ട താഴ്വര. ആ താഴ്വരയിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനായ എസെക്കിയേലിനെ കൊണ്ടുവന്നത്. 37 അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. എസെക്കിയേൽ 37 1 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. എന്നിട്ട് എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ വരണ്ട അസ്ഥികൾക്ക് ഇനി ജീവിക്കാനാവുമോ എന്ന് പറഞ്ഞാൽ, ആ താഴ്വരെ നോക്കുമ്പോൾ ഒരുപാട് അസ്ഥികൾ, കുറേ തലയോട്ടികൾ, കുറേ കാലിൻ്റെ അസ്ഥി, കുറേ കൈയുടെ അസ്ഥി, കുറേ വാരിയല്ലുകൾ, അതും ഇതിങ്ങനെ പീസായിട്ട് പൊടിഞ്ഞ് ദ്രവിച്ചത്, 10,000 വർഷം പഴക്കമുള്ളത്, 5,000 വർഷം പഴക്കമുള്ളത്, 1000 വർഷം പഴക്കമുള്ളത്, 500 വർഷം പഴക്കമുള്ളത്, ഒരു വർഷം വല്ല യുദ്ധം നടന്ന് കൂട്ടത്തോടെ ചത്തതോ, പകർച്ചവ്യാധി വന്ന് മരിച്ചതിനെല്ലാം കൂടെ വലിച്ചുകൊണ്ടിട്ടതോ, എങ്ങനെയെങ്കിലും ആകട്ടെ, അങ്ങനെ ഒരുപാട് അസ്ഥികൂടങ്ങൾ ചിന്നിച്ചതറി കടന്നിരുന്ന വരണ്ട അസ്ഥികളെല്ലാം കൂടെ, ഇനി വല്ല അസ്ഥികുഴിയാണോ എന്ന് അറിയാൻ പാടില്ല, എന്തായാലും ശരി, ഒരുപാട് വരണ്ട അസ്ഥികൾ കടന്നിരുന്ന താഴ്വര. ഇത് ആരുടെയാ? പേരുമില്ല, ഉടയവനുമില്ല, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ അസ്ഥിയും കാലും തലയും എല്ലാം കൂടെ കൂടി കിടക്കുകയല്ലായിരുന്നു, ഛിന്ന ഭിന്നമായി കിടക്കുക. എന്നിട്ടാണ് ദൈവം ചോദിക്കുന്നത്, പ്രവാചക പറയൂ, ഈ വരണ്ട അസ്ഥികൾക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ? പ്രവാചകൻ നല്ല മലയാളികളുടെ അതേ സ്വഭാവമുള്ള പ്രവാചകനായിരുന്നു. മൂപ്പരും ഉണ്ടാതെ കുറച്ച് നേരം നിന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്കറിയാലോ, എന്താച്ചാ വിചാരിച്ചെടുത്തോ, അല്ലാതെ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ അസ്ഥികളോട് പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവീൻ എന്ന് നീ അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് ദൈവമായ കർത്താവ്. ഇത് അസ്ഥികളോട് പറയാൻ പ്രവാചകനോട് ദൈവം പറഞ്ഞു. പ്രവാചകന് ദൈവം പറഞ്ഞ പിന്നെ മേലും കീഴും നോട്ടമില്ല, പിന്നെ സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ കണ്ണു അടച്ച് ഈ അസ്ഥികളോട് പറഞ്ഞു, വരണ്ട അസ്ഥികളെ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ മേൽ ചർമ്മം വരട്ടെ, മാംസം വരട്ടെ, ജീവൻ വരട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട്ട് പറഞ്ഞു. ദൈവം എന്ത് പറഞ്ഞു അതുപോലെ ഈ അസ്ഥികളോട് പ്രവചിച്ച് ദൈവത്തിൻ്റെ വചനം വരണ്ട അസ്ഥികളോട് പറഞ്ഞ് എന്താ സംഭവിച്ചത്? പറഞ്ഞങ്ങോട്ട് തീർന്നു. തൽക്ഷണം ഒരു ഭയങ്കരമായ കിരികിരാന്നുള്ള സ്വരം. പ്രവാചകൻ നോക്കുമ്പോൾ അതാ ഒരു തലയോട്ടി പറന്നു വരുന്നു, ഇതാ ഒരു കാലിൻ്റെ കഷ്ണം പറന്നു വരുന്നു, അതൊരു കയ്യിലെ വിരൽ പറന്നു വരുന്നു. നോക്കുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും അസ്ഥി കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് കൂടി ഓടിക്കൂടി ഇതാ മനുഷ്യരൂപം പോലെ ഓരോരോ അസ്ഥികൾ അസ്ഥിയോട് ചേരുന്ന രംഗം പ്രവാചകനോട് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വളണ്ടിയേഴ്സ് ഇല്ല, ട്രാഫിക് നിയന്ത്രിക്കുന്ന ആളുകളുള്ളവർ ആരുമില്ല. അവിടെ അസ്ഥികളോട് ഓടിക്കൂടുക.
കിരുകിരാന്നൊരു സ്വരം. തലയോട്ടി, അതിൻ്റെ കാലിൻ്റെ അസ്ഥികളും അതിൻ്റെ ഓരോരുത്തരുടെ അസ്ഥികൾ തമ്മിൽ കണ്ടുപിടിച്ച് കൂടി യോജിച്ചുകൊണ്ടിരുന്നു. കാലും തലയും കയ്യും കാലും എല്ലാം കൂടി നാനാഭാഗം ഓടിക്കൂടി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മാംസം വന്നു നിന്ന്, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഞരമ്പ് വന്നു നിന്ന്, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചർമ്മം പൊതിഞ്ഞു നിന്ന്, എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ എഴുന്നേരിങ്ങനെ നിൽക്കുകയാണ്. പ്രവാചകൻ ഇതെന്ത് ഏർപ്പാട്! ഇതിനു മുമ്പ് ഇങ്ങനെ പ്രവാചകൻ കണ്ടിട്ടില്ല. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പ്രവാചകൻ എന്ത് ഏർപ്പാടാന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിൽക്കുക. ഉടനെ ചോദിച്ചു, പ്രവാചക ഇതിന് ജീവിക്കാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞു, 4 വായുക്കളിൽ നിന്ന് ജീവശ്വാസത്തോടെ ഈ നിഹതന്മാരുടെ മേൽ വീശാൻ ഓർഡർ ഇടാൻ പറഞ്ഞു. പ്രവാചകൻ അതനുസരിച്ച് കൽപ്പിച്ചു. അതാണ് 37-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, ഇവർക്ക് ജീവനുണ്ടാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, ഇതാ ഈ നിഹതന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ശ്വാസം വന്ന് നിറഞ്ഞ് അത് ഒരു സൈന്യം പോലെ ചലിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താ ചെയ്തതെന്ന് പറഞ്ഞില്ല, എന്തായാലും അവിടെ വെച്ച സംഭവം നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ട ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദ്യം ചോദിച്ച്, വെറും ഒരു പ്രവാചകൻ ദൈവപുത്രനാണോ? സാധാരണ ഒരു മനുഷ്യനെ വിളിച്ച് പ്രവാചകനാക്കി. ഇപ്പോൾ നമ്മൾ വൈദികരെ വിളിച്ച് വൈദികനാക്കിയിരിക്കുന്ന പോലെ, സിസ്റ്റർമാരെ വിളിച്ചിട്ട് സമർപ്പിത ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്ന പോലെ ഒരു ദൈവവിളി, പ്രവാചകനായ ഒരു ദൈവവിളി. അങ്ങനെ പ്രവാചകനെ വിളിച്ച് പ്രവാചകനാക്കി ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ വാ പൊളിച്ച് ദൈവം പറഞ്ഞ വചനം ഈ വരണ്ട അസ്ഥികൾ താഴെ വരെ വന്ന് വാ പൊളിച്ചങ്ങ് ഉറക്കെ പറഞ്ഞപ്പോൾ ഈ അസ്ഥികളെല്ലാം കൂടി ഓടിക്കൂടി. അതിൻ്റെ മേൽ മാംസം വന്നു, ചർമ്മം വന്നു, തൊലി വന്നു, കണ്ണ് വന്നു, ചെവി വന്നു, എല്ലാം മുളച്ച് ഇതാ സാധാരണ പോലെ ഒരു മനുഷ്യനായി അതിന് മേൽ ജീവൻ വന്നു നിറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ചോദിച്ച ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു പറഞ്ഞാൽ സംഭവിക്കാതിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? യേശു ക്രിസ്തു ലോകത്തിൽ പറയാണ്, വരണ്ട അസ്ഥികളെ നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കുമോ? പറ. സംഭവിക്കും. അങ്ങനെയെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഒരു നാൾ ഞാൻ അങ്ങനെ പറയും എന്നാണത് അന്ത്യ പുനരുത്ഥാനത്തിൽ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഹല്ലേലൂയ. ഒരു നാൾ വരും, അന്ന് ദൈവപുത്രനായി യേശു ക്രിസ്തുവിൻ്റെ സ്വരം മുഴങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സ്വരം മുഴങ്ങുമ്പോൾ ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, കല്ലറകളിലുള്ളവരെല്ലാം മനുഷ്യപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. അന്ത്യ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ഈ വചനത്തിലൂടെ യേശു പഠിപ്പിച്ചത്. അന്ത്യ പുനരുത്ഥാന ദിവസത്തിൽ ദൈവപുത്രൻ ആകാശത്തിൽ തൻ്റെ വിശുദ്ധരുടെ 10,000 അഗ്നിയിൽ എഴുന്നള്ളും. അവിടുന്ന് തൻ്റെ ദൂതന്മാരുടെ അകമ്പടിയോടെ അഗ്നിയിൽ എഴുന്നള്ളുന്ന ദിവസമുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുടെ അകമ്പടിയോടെ തൻ്റെ ദൂതഗണങ്ങളുടെ 10,000 അകമ്പടിയോടെ അഗ്നിയിൽ എഴുന്നള്ളുമ്പോൾ അവൻ കൽപ്പിക്കും, കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേട്ട് നിത്യജീവന് വേണ്ടി നന്മ ചെയ്തവരും നിത്യലജ്ജയ്ക്ക് വേണ്ടി തിന്മ ചെയ്തവരും ഈ മണ്ണിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് പുറത്തു വരും എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം 1 തെസ്സലോനി 4:16 വചനം പഠിപ്പിക്കുന്നു, എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ശരീരങ്ങളുടെ ഒരു ഉയർപ്പുണ്ട്. അന്ത്യവിധി ദിവസമുണ്ട്, അന്ന് ശരീരങ്ങൾ ഉയർപ്പുണ്ട്. അന്ന് ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങും, പ്രധാന ദൂതൻ്റെ കാഹളം മുഴങ്ങുകയും അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും ദൈവത്തിൻ്റെ ശബ്ദം കാഹളത്തിന് മുഴങ്ങുകയും ചെയ്യുമ്പോൾ ഈ മണ്ണിലുള്ളവർ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും. ഞാൻ ഉയർക്കും, നിങ്ങൾ ഉയർക്കും, നമ്മുടെ ഓരോരുത്തരുടെ ശരീരങ്ങൾ ഉയർത്തു വരും. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ ശരീരം കണ്ടാൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങും. മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 43-ാം വാക്യപ്രകാരം നന്മ ചെയ്തവരുടെ ശരീരം അന്ന് എങ്ങനെയായിരിക്കും? അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. അവിടെ പിന്നെ വേറെ വിളക്കില്ല, സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ശരീരമായിരിക്കും നമ്മുടെ ഈ ശരീരം. അപ്പോൾ ഒരു സംശയം എനിക്ക് തോന്നി, ഇങ്ങനെയാണ്, ഈ ശരീരം തന്നെയായിരിക്കും അതെ ഇതേപോലുള്ള വേറൊരു ശരീരമായിരിക്കുമോ തരേണ്ടതെന്നുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താ?
നമ്മൾ ദൈവപുത്രൻ്റെ കാഹളധ്വനി മുഴങ്ങുന്ന സമയത്ത് അധികാരപൂർണ്ണം ആജ്ഞാപനം കേൾക്കുമ്പോൾ ഈ മണ്ണിലുള്ളവരെല്ലാം കൂടി ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഇതേ ശരീരം തന്നെ ആയിരിക്കുമോ, അതോ ഇതുപോലെയുള്ള വേറൊരു ശരീരമായിരിക്കുമോ? വേറൊരു ശരീരം. പക്ഷേ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 999 ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പരിശുദ്ധ സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടെ തന്നെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ഒരു ശരീരമായി രൂപാന്തരപ്പെടും, ഒരു ആധ്യാത്മിക ശരീരമായി മാറും. നമുക്ക് വേറെ ഒരു ശരീരം കിട്ടുകയില്ല. ഈ ശരീരം തന്നെ ഒരു ആത്മീയ ശരീരമായി രൂപാന്തരപ്പെട്ട് വരും. എന്നിട്ട് അതിന് ഉപോത്ബലകമായി തിരുസഭ പറയുന്ന കാര്യം എങ്ങനെയാണ്? യേശു മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 39-ാമത് വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ഭയചകിതരായി, അവർ അസ്വസ്ഥരായി, ഭൂതം ഭൂതം എന്ന് പറയാൻ തുടങ്ങി. ഉടനെ യേശു പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടണ്ട, ഞാൻ ഭൂതമല്ല, ഞാൻ യേശു തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ കാണുക, എൻ്റെ കൈകളും കാലുകളും നിങ്ങൾ വന്ന് കാണുവീൻ. എന്താ യേശുവിൻ്റെ കൈയുടെയും കാലിൻ്റെ പ്രത്യേകത? ആണിപ്പാടുണ്ട്. അപ്പോൾ മരിച്ച് ഉയർത്തെഴുന്നതിന് ശേഷം പിന്നെ ആണിപ്പാടുണ്ടാവുമോ? ആ ആണിപ്പാടുണ്ടായിരുന്നുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൈ വന്ന് കാണ്, നിങ്ങൾ എൻ്റെ കാല് വന്ന് കാണ്, നിങ്ങൾ സംശയിക്കരുത്, ഞാൻ തന്നെ. അതിന് ഉപോത്ബലകമായിട്ട് ഈശോ കൊടുത്ത തെളിവാണ്, നിങ്ങൾ എൻ്റെ കൈകളും കാലുകളും വന്ന് കാണുവീൻ. ഈശോ ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഗ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമാസ് ലീഗയ്ക്ക് ഒരേ വാശി. തോമാസ് ലീഗ പറഞ്ഞെന്താ? ഞാൻ അവനെ കാണുകയും എൻ്റെ കൈകൾ അവൻ്റെ പാർശ്വത്തിൽ വെക്കുകയും ചെയ്യാതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അതിനെക്കുറിച്ച് ബൈബിളിൽ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഈശോ തോമസിൻ്റെ സംശയം നീക്കുകയാണ്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക. അപ്പോൾ ഇത് ഞാൻ തന്നെ എന്ന് ശ്ലീഹന്മാർക്ക് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി ഈശോ തൻ്റെ കൈകളും കാലുകളും ഈശോ ശിഷ്യന്മാർക്ക് പലതവണ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പാർശ്വവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഇതേ ശരീരം തന്നെയായിരിക്കും, പക്ഷേ അത് രൂപാന്തരപ്പെട്ട് ഒരു ആത്മീയ ശരീരമായി മാറും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് തിരുസഭയും ശ്ലീഹന്മാരും ദൈവജനത്തെ പഠിപ്പിക്കുന്നത്, ഈ ശരീരത്തെ അതിൻ്റെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. ഇത് സ്വർഗരാജ്യത്തിന് വേണ്ടി മുദ്ര ചെയ്യപ്പെട്ട ശരീരമാണ്. ഇൻഡെലിബിൾ ക്യാരക്ടറുള്ള മുദ്രയാണ് മാമോദിസയുടെ സമയത്ത്, സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്ത്, മറ്റ് പരിശുദ്ധ കൂദാശകളാൽ പരിപുഷ്ടമാക്കപ്പെടുന്ന സമയത്ത് ഈ ശരീരത്തിന് മേൽ പതിയുന്നത്. ഇത് സ്വർഗരാജ്യത്തിലേക്ക് ഉയർപ്പിക്കപ്പെടേണ്ട ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ശ്ലീഹ കുറച്ചും കൂടി വിസ്തരിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് അതിൽ 15-ാമത്തെ അധ്യായത്തിൽ 35 മുതൽ 45 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ശ്ലീഹ ചോദിക്കുകയാണ്, ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനരുജ്ജീവിക്കുകയില്ല. വേറെ വാക്കി പറഞ്ഞാൽ, ഈ ശരീരം നമ്മൾ കബറിടത്തിൽ വിതയ്ക്കുമ്പോൾ തിരുസഭ പഠിപ്പിക്കുകയാണ്, നാശോന്മുഖമായ ശരീരം നമ്മൾ കബറിടത്തിൽ വിതയ്ക്കുന്നു, എന്നാൽ അക്ഷയമായ ശരീരം കബറിടത്തിൽ നിന്ന് ഉയർക്കുന്നു. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ കബറിടത്തിൽ വിതയ്ക്കുന്നവരാണ്. നമ്മൾ മരിച്ച് നമ്മുടെ ആത്മാവ് ഇവിടുന്ന് നിത്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ട് പോവുകയാണ്, കബറിടത്തിൽ നിക്ഷേപിച്ചിട്ട് പോവുകയാണ്. ക്ഷയോന്മുഖമായ, നശിച്ചു പോകുന്ന, അളിഞ്ഞു പോകുന്ന ഈ ശരീരം ഈ പ്രപഞ്ചത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. എന്നിട്ട് അന്തിമ പുനരുദ്ധാന ദിവസത്തിൽ നമ്മുടെ ഈ ആത്മാവിന് ഈ ശരീരത്തിൽ ഉയർപ്പിൻ്റെ സമയത്ത് അക്ഷയമായ ഒരു പുതിയ ആത്മീയ ശരീരം ദൈവം ഈ മണ്ണിൽ നിന്ന് ഉയർപ്പിക്കും. അതാണ് 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിലെ 40-ാമത്തെ വാക്യം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്.
വേറെ വാക്കി പറഞ്ഞാൽ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഇത് ആത്മീയ ശരീരമായി മാറും. അപ്പോൾ ഈ ശരീരത്തിൻ്റെ സ്വഭാവം എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ശരീരം തന്നെ അങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങും, സൂര്യനെ പോലെ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ഈ ശരീരത്തിൽ എന്തെങ്കിലും വസ്ത്രങ്ങളുണ്ടെങ്കിൽ ആ വസ്ത്രങ്ങൾ പോലും സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നതായി മാറും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് അതിനെക്കുറിച്ച് സംശയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള ഒരു രംഗം ബൈബിളിൽ വെളിപ്പെട്ട് വന്നത്. ഈശോ 3 ശിഷ്യന്മാരെ കൂട്ടി താബോർ മലമുകളിലേക്ക് ചെല്ലുന്നൊരു രംഗമുണ്ട്. അങ്ങനെ താബോർ മലമുകളിൽ ഈശോയും ആ ശിഷ്യന്മാരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. പെട്ടെന്ന് അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. ഈശോ സാധാരണ ശരീരത്തോടു കൂടിയാണ് താബോർ മലയിലേക്ക് പോയത്. സാധാരണ ശരീരത്തിന് മുകളിൽ നിന്ന് ഇതേപോലെ ഡ്രസ്സാണ് ഈശോയുടെ ശരീരത്തിൽ ധരിച്ചിരുന്നത്. അങ്ങനെ 3 ശിഷ്യന്മാർ ഈശോയും കൂടെ ആ താബോർ മലമുകളിൽ നിൽക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുകയാണ്, പെട്ടെന്ന് ഈശോയുടെ ശരീരം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി, അവൻ്റെ വസ്ത്രങ്ങൾ പ്രകാശം പോലെ ധവളമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശരീരത്തിന് ആത്മീയ ശരീരമായി മാറാൻ പറ്റുമെന്നതിൻ്റെ കൺഫർമേഷനാണത്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിന് ആത്മീയ ശരീരമായി മാറാൻ പറ്റും. ഈശോ സാധാരണ ശരീരമായിട്ട് താബോർ മലയിലേക്ക് പോയി, അവിടെ വെച്ച് പെട്ടെന്ന് ആത്മീയ ശരീരമായി മാറി, അത് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് ദീപ്തിമയമാണ്, അത് നല്ല പ്രകാശപൂർണ്ണമാണ്. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അപ്പസ്തോലിക സഭ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രബോധനമാണ് ശരീരങ്ങളുടെ ഉയർപ്പ്. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഉയർക്കാനുള്ളതാണ്. ഡെയിലി ഇത് നമ്മൾ കുർബാനയിലും മറ്റ് പ്രാർത്ഥനകളിലും ഏറ്റുപറയുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ ശരീരങ്ങളുടെ ഉയർപ്പിലും, ഉറക്കെ പറ, ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ മറനാത്ത. Come Lord Jesus. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എളിമയോടുകൂടെ 2 കരങ്ങളും കൂപ്പി നമ്മുടെ രക്ഷിതാവായി യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ചവനെ, അങ്ങയുടെ മുറിവുകളേറ്റ ആണിപ്പഴുതുകളേറ്റ ആ തിരുക്കരങ്ങൾ എൻ്റെ ശിരസിലേക്ക് വെച്ച് രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ, പാപിയായ എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. യേശുവേ, എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ ദിവ്യ മാവിനാലെന്നെ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. ദൈവമേ, അങ്ങയുടെ ദിവ്യ മാവിനാലെന്നെ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. 2 കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി എല്ലാവരും ഉറക്കെ യേശുവിൻ്റെ നാമം വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഈ നിമിഷം കരഞ്ഞ് അങ്ങയുടെ നാമം നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും, ഓരോ സമൂഹങ്ങളിലേക്കും, ഓരോ മകനിലേക്കും, ഓരോ മകളിലേക്കും യേശുവേ, സ്വർഗത്തിൽ നിന്നുള്ള ഉന്നതമായ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. കടബാധ്യതയുടെയും കുടുംബ പ്രയാസങ്ങളുടെയും ഒരുപാട് തകർച്ചകളുടെയും കണ്ണുനീരിൻ്റെയും ചരിത്രങ്ങൾ കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തടസ്സങ്ങളിൽ
കുടുങ്ങിക്കിടക്കുന്നവർ, വിവാഹ തടസ്സം അനുഭവിക്കുന്നവർ, പഠന തടസ്സം അനുഭവിക്കുന്നവർ, സ്ഥലം വിൽക്കാൻ ബുദ്ധിമുട്ടുന്നവർ, വീട് വെക്കാൻ പ്രയാസപ്പെടുന്നവർ, ഓരോ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടി തടസ്സപ്പെട്ട് കിടക്കുന്ന തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus.